ഫ്രണ്ട്സ്, പി സി ഹിൻസൺ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ജനാധിപത്യ സമൂഹത്തിനായുള്ള പോരാട്ടത്തെക്കുറിച്ച്, അതിൽ ഉൾപ്പെടുന്ന ചാനാർ കലാപം, വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, അങ്ങനെ തുടങ്ങി പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യത്തെ വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന കാലഘട്ടം ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കുക. 1924-25 വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക. ഇതായിരുന്നു നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അടുത്തത്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാന നേതാക്കന്മാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ. അടുത്തതായിട്ട്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് വരികയും റാണിയായ സേതുലക്ഷ്മിബായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിനായി സഹായമായി. മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചത് 1925 ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിന്റെ 3 വശങ്ങൾ കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നുകൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത് 1925 നവംബർ 23. അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക. കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും സവർണർക്കായി നിയന്ത്രിക്കപ്പെട്ടിരുന്നു. 1931 നവംബർ 1 കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. കെ. കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. പ്രതിലോമകാരികളായ സവർണർ എ. കെ. ഗോപാലൻ, പി. കൃഷ്ണപിള്ള തുടങ്ങിയവ സന്നദ്ധ സേവകരെ ആക്രമിച്ചു. ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനു വേണ്ടി പൊന്നാനി താലൂക്കിൽ പരിമിതമായ ജനഹിത പരിശോധന നടത്തി. ജനഹിത പരിശോധന അവർണർ ക്ഷേത്ര പ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്ന അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടു. എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം എന്ന പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു. അടുത്തത്, ആധുനിക കാലത്തെ അത്ഭുതം, അതായത് ക്ഷേത്രപ്രവേശന വിളംബരം, മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് ആണ്. തന്റെ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി വിവേചനം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകിക്കൊണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 1936 നവംബർ 12 അത്. ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ വിളംബരമായ ഇത് ഒരു ചരിത്രരേഖയായിരുന്നു. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. ഇത് കേരള സമൂഹത്തിൽ നിശബ്ദവും രക്തരഹിതവുമായ ഒരു വിപ്ലവം കൊണ്ടുവന്നു. അവർണർക്ക് തങ്ങളുടെ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് കൊച്ചിയിലെയും മലബാറിലെയും ഭരണകൂടങ്ങൾ സമാനമായ നിയമങ്ങൾ നടപ്പിലാക്കി. അടുത്തതാണ് പാലിയം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാന പ്രക്ഷോഭമാണ് പാലിയം സത്യാഗ്രഹം. 1947 മുതൽ 1948 മാർച്ച്. കൊച്ചി രാജ്യത്തിൽ ക്ഷേത്രങ്ങളിലേക്കും സവർണറുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കൊച്ചിയിലെ മുൻ മുഖ്യനായിരുന്ന പാലിയത്തച്ഛന്റെ ചേനമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണറുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. ഈ സാഹചര്യത്തിൽ പാലിയം റോഡ് എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ പാലിയം കുടുംബത്തെ നിർബന്ധിക്കുന്നതിനായി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങി എന്നിവർ സംയുക്തമായിട്ട് ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചു. പാലിയ സത്യാഗ്രഹം ആരംഭിച്ചത് 1947 ഡിസംബർ 4 പാലിയ സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് C. കേശവൻ. സത്യാഗ്രഹികളിൽ ഒരാളായ A.G. വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിക്കുകയും ചെയ്തു. കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നുകൊടുത്തത് 1948 ഏപ്രിലായിരുന്നു. തുടർന്ന് അവർണർക്കും അഹിന്ദുക്കൾക്കും പാലിയം റോഡിൽ കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. അടുത്തതാണ് ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റ്.
ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം കേരളത്തിൽ ദുർബലമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല പ്രമുഖ നേതാക്കന്മാർ സി ശങ്കരൻ നായർ, ജി.പി. പിള്ള. 1897 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സി ശങ്കരൻ നായരായിരുന്നു. ദേശീയ പ്രസ്ഥാനം കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉള്ളതിനേക്കാൾ മലബാറിൽ ശക്തമായിരുന്നു. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലും കൊച്ചിയും തിരുവിതാംകൂറും രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളും ആയിരുന്നതാണ് ഇതിന് കാരണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്